മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കുരിശു ചുമന്നവനേ, ശിരസിൽ മുൾമുടി വച്ചോനേ, മരിച്ചുയർത്തെഴുന്നവനേ, നിന്നരികിൽ ഞാൻ അണഞ്ഞിടുന്നേ. കുരിശു ചുമന്നവനേ, ശിരസിൽ മുൾമുടി വച്ചോനേ, മരിച്ചുയർത്തെഴുന്നവനേ, നിന്നരികിൽ ഞാൻ അണഞ്ഞിടുന്നേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാവുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം തുടർച്ചയായിട്ട് ഈ 1 തിമോത്തി 3-ാം അധ്യായം നാം ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അധ്യക്ഷന്മാരുടെ യോഗ്യതകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇളയ അല്ലെങ്കിൽ പുതിയ ശിഷ്യൻ ദൈവസഭയെ ഭരിക്കാനായിട്ട് ഇടയാകരുതെന്നും, അതുപോലെ ശുശ്രൂഷക്കാരെക്കുറിച്ചും ശുശ്രൂഷക്കാരിത്വങ്ങളെക്കുറിച്ചും നാം ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം എന്നുള്ള കാര്യം നാം കഴിഞ്ഞ ദിവസം ഓർക്കുകയുണ്ടായി. ശുശ്രൂഷക്കാരിത്വങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം. 1 തിമോത്തി 3-ന്റെ 11-ാമത്തെ വാക്യത്തിൽ ഔവണ്ണ സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തന്മാരായിരിക്കണം. ഇവിടെ സ്ത്രീകളെക്കുറിച്ചും പറയുന്ന അവരും എങ്ങനെയായിരിക്കണം? ഘനശാലികളായിരിക്കണം എന്നാണ്. അപ്പോൾ ആദാമിനെ വിലക്കപ്പെട്ട കന്നി തിന്നാൻ പ്രേരിപ്പിച്ച ഹൗവയെ പോലെയും അനന്യാസിനെ കുബുദ്ധിയിൽ സഹായിച്ച സഫീറയെ പോലെയും തങ്ങളുടെ ഭർത്താക്കന്മാരെ വലയ്ക്കുന്ന സ്ത്രീകൾ ഇന്നും ധാരാളമുണ്ട്. ഏഷണിയും പരദൂഷണവും പറയുന്ന ഭാര്യമാരുള്ള ശുശ്രൂഷകർക്ക് അയ്യോ കഷ്ടം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടുമെന്നാണല്ലോ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അവളുടെ വിലയെക്കുറിച്ചും പറയുന്നുണ്ട്. അവളുടെ വില മുത്തുകളിലും ഏറുമെന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി പ്രൈസാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത്, സാമർഥ്യമുള്ള സ്ത്രീ കൊടുത്തിരിക്കുന്നത്. നാം ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർ, ഭാര്യമാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അവർ സാമർഥ്യമുള്ളവരായിരിക്കണം. ഏത് കാര്യത്തിനാണ്? ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്നവരോ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നവരോ ഏതെങ്കിലും നിലയിൽ ചില വലയ്ക്കുന്നതായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നവരായിട്ടല്ല. പിന്നെയോ അബീഗയിലിനെ പോലെ വിവേകമുള്ള ഭാര്യമാരെ ലഭിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർക്ക് വളരെ അനുഗ്രഹമാണ്. ചിലരുടെ ഭാര്യമാരെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നും. ഒരു കാര്യവും ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അത് മാത്രമല്ല ബഹുമാനിക്കുകയില്ല. അത് സാധാരണയായിട്ട് പുറത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കറിയാം അങ്ങനെ ആകാൻ പാടില്ല. ഒരു സ്ഥലസഭയുടെ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം അവിടെ നാം ചിന്തിച്ചു. ആ ശുശ്രൂഷകൻ്റെ ഭാര്യമാരെങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യവുമാണ് നാം ഇപ്പോൾ ഒരു വാക്കിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ നാം ചിന്തിച്ച് വരുന്നത് ഇടയലേഖനത്തിലെ എഴുതാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചുള്ളതായ കാര്യങ്ങളെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ 15-ാം വാക്യത്തിൽ സഭയെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. സഭയെ ദേവാലയത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ദൈവഭവനം, ഹൗസ് ഓഫ് ഗാഡ്.
അപ്പോൾ ഈ ദൈവഭവനം അത് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. അത് പുതിയ നിയമസഭയെ ശരീരമായിട്ടും മണവാട്ടിയായിട്ടും ആലയമായിട്ടും ആട്ടിൻകൂട്ടം, തോട്ടം എന്ന് പറഞ്ഞ കുടുംബം, ഭവനം എന്നിങ്ങനെ പലതിനോട് ഉപമിച്ചാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഒരു ഭവനം എന്ന നിലയിൽ സഭയുടെ പിതാവ് ദൈവമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ആ ദൈവസഭയിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വേഗം തിമോത്തിയോസിനെ ആ പൗലൂസിൻ്റെ അടുക്കലേക്ക് അയക്കണമെന്നും സഭാഭരണം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്നും പൗലൂസ് ആഗ്രഹിച്ചു. അപ്പം ഏതെങ്കിലും കാരണവശാൽ പരസ്പരം കാണുവാൻ കാലതാമസം നേരിടുന്ന പക്ഷം അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ഉദ്ദേശം അത് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആ കാര്യം അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ഭരണം നടത്തുന്നത് വളരെ വളരെ കരുതലോടെ നടത്തണം. ആ കാര്യമാണ് ഓർപ്പിക്കുക. ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. അങ്ങനെ അടുത്ത 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അപ്പോൾ എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത്, ഇതാണ് ദൈവസഭയെക്കുറിച്ച് നാം പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹൗസ് ഓഫ് ഗോഡ് എന്നാണ്. സോ ഹൗസ് ഓഫ് ഗോഡ് ബിക്കം എ മാൻ ഹൗസ്. നാം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ ആലയം ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമാണ്, അത് നിങ്ങളും ചെയ്തു, നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്നാണ്. സോ ഹൗസ് ഓഫ് ഗോഡ് ബിക്കം എ മാൻ ഹൗസ്. ദൈവത്തിൻ്റെ ഭവനം മനുഷ്യരുടെ ആലയമാക്കി മാറ്റുന്ന ഈ നാളുകളിൽ ധാരാളം പ്രവണതകൾ നമുക്ക് കാണാണ്ട് കഴിയും. മനുഷ്യൻ്റെ ഇഷ്ടം പ്രകാരമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചിലരൊക്കെ ശുശ്രൂഷകൾ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്, മുഖം നോക്കിയും അതോടൊപ്പം തന്നെ അവർ എവിടെയുള്ളവരാണെന്നും ഏത് നിലയിലുള്ളവരാണെന്നും ഒക്കെ നോക്കിയാണ് ശുശ്രൂഷകൾ കൊടുക്കുന്നത്. അപ്പം അത് എന്താണ്, തികച്ചും മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നുള്ള ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടത് എങ്ങനെ. അപ്പോൾ നടക്കേണ്ടത് എങ്ങനെയെന്ന് പറയുമ്പോൾ നടക്കരുതാത്ത കാര്യമുണ്ട്. അപ്പോൾ നടക്കരുതാത്ത കാര്യം ജീവനുള്ള ദൈവസഭയിൽ നടത്താൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കണം. കാരണം സഭാകാന്തൻ അതൊരു വിഷമം ഉണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷേ അങ്ങനെ വല്ലതും ഈ നടത്തിപ്പുകാർ ചിന്തിച്ചിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സഭയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് വിലയിരുത്തിയെങ്കിൽ നന്നായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത് അവൻ്റെ ആലയമായിട്ടും അതോടൊപ്പം തന്നെ ആട്ടിൻകൂട്ടമായിട്ടും തോട്ടമായിട്ടും കുടുംബമായിട്ടും ഒക്കെയാണ് നിലയിൽ നമുക്ക് പഠിക്കാണ്ട് കഴിയുന്നു. ആ കുടുംബത്തിലും തോട്ടത്തിലും അതുപോലെ തന്നെ ആട്ടിൻകൂട്ടവും എന്നൊക്കെ പറഞ്ഞതിനെ എന്ത് ചെയ്യണം, സ്നേഹിച്ചും പരിപാലിച്ചും കൊണ്ടുപോകാനായിട്ടുള്ളതായ നല്ല കൃപാവരങ്ങൾ നടത്തിപ്പുകാർക്കുണ്ടാകണം എന്നുള്ള സത്യമാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നാം ഒന്നിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് ഈ 3-ാം അധ്യായം അവസാനിപ്പിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ഭവനത്തിൽ തന്നിഷ്ടപ്രകാരം നടക്കാവുന്നതല്ല, വ്യവസ്ഥ പ്രകാരമാണ് നടക്കേണ്ടത്. തന്നിഷ്ടമുണ്ട്, തന്നിഷ്ടപ്രകാരമല്ല, പിന്നെ വ്യവസ്ഥ പ്രകാരം നടക്കണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അതങ്ങനെ ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ച് അതിന് ഹാനി ഉണ്ടാകാൻ, കേടുണ്ടാകുവാനായിട്ട് ഇടയാകരുത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സത്യവേദോപദേശത്തിൻ്റെ കാവൽ ഭടന്മാരായിട്ട് ആയിരിക്കണം എല്ലാ കർത്തൃദാസന്മാരും എന്നുള്ള കാര്യം കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചേരുമ്പോൾ ദൈവകുടുംബത്തിലെ അംഗമായി തീരുകയാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് പര്യാപ്തമായ ഭക്ഷണം കൊടുക്കേണ്ടത് പലരുടെയും ഈ അധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ അവിടെയുള്ള ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്തമാണ്. വരുന്ന ദിവസങ്ങളിൽ നാം ഈ 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ആദിമ ക്രിസ്തീയ സഭയുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എങ്ങനെയായിരുന്നു, ദൈവവചനപ്രകാരം ആയിരുന്നു നടന്നത്. അതുകൊണ്ട് നമ്മുടെ സഭകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ
ദൈവഹിതപ്രകാരം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ള സത്യം ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, തന്നിഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടത്തുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്യട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് വരുന്നേക്ക് മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രമേൽ സ്നേഹിപ്പാനായി ശത്രുവാമെന്നിലെന്തു കണ്ടു, മിത്രമായി തീർത്തിടുവാൻ എത്ര വേദന നീ സഹിച്ചു. ഇത്രമേൽ സ്നേഹിപ്പാനായി ശത്രുവാമെന്നിലെന്തു കണ്ടു, മിത്രമായി തീർത്തിടുവാൻ എത്ര വേദന നീ സഹിച്ചു.